ഇത് സ്കൂബി ആൻഡ് ഇത് എൽസ, ഇത് ജാക്കി. ഇനി സ്കൂബിയുടെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ആ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ അവൾ പുറകിലൊരിടത്ത് കൊണ്ടുപോയി മണ്ണൊക്കെ മാന്തി, തണുപ്പിന് വേണ്ടി, ചൂടല്ലേ ഭയങ്കര. അപ്പം ഞാൻ കൊണ്ടുവന്ന് കൂട്ടിനകത്ത് കിടുമ്പോൾ അവളെടുത്തോണ്ട് പോയി രാത്രിയാകുമ്പോഴത്തേനും കൊണ്ടുപോയി ഇത് കണ്ടോ, ഭിത്തിയുടെ അടുത്ത് കൊണ്ടുപോയി ഒരു കുഴിയൊക്കെ കുഴിച്ച് അവിടെ കൊണ്ടിട്ടിരിക്കുവാണേ. ഇവിടെ ആകുമ്പോൾ തണുപ്പുണ്ട്, അതിനായിരിക്കും. എന്നാ കൊണ്ടിട്ടിരിക്കുവോ. ഇനി പാല് കൊടുക്കുന്നുണ്ടോയെന്നും അറിയത്തില്ല. അച്ഛനാണെങ്കിൽ രാവിലെ ഇറങ്ങിയത്, എന്താ പരിപാടിയെന്ന് അറിയത്തില്ല. അപ്പോൾ അച്ഛനെ കൂടെ ഒന്ന് നോക്കട്ടെ. രാവിലെ ഏലത്തിൻ്റെ അടിയിൽ പോയിരുന്ന് എല്ലാം കരിക്കിലയൊക്കെ നീക്കുവോ, മണ്ണ് വെട്ടിക്കൊണ്ട് വന്നിടുവാണേ അച്ഛൻ്റെ പരിപാടിയെ. അച്ഛാ കണ്ടോ കരികില? അച്ഛാ കരികില ഇട്ടപ്പോൾ കണ്ടോ? അതല്ല, കരികില ഇട്ടപ്പം വേര് നല്ലതായിട്ട് കിളുക്കുന്നുണ്ട്. പിന്നെ എന്തിനാ എന്തിനാ പിന്നെ മാറ്റുന്നേ? ആ മാറ്റി കഴിയുമ്പോ തണുപ്പ് പോകുമല്ലോ. അച്ഛൻ നോക്കിക്കേ ഇത് കണ്ടോ, വേര് നല്ലതായിട്ട് കിളുക്കുന്നുണ്ട്. അല്ലെന്ന് കൈ ഇടാതെ അവിടൊക്കെ ആ കരിയിലയുടെ മുകളിലോട്ട് അങ്ങ് ഇട്ടാ മതിയായിരുന്നല്ലോ. അങ്ങനെയല്ല, മണ്ണിന്റെ പുറത്ത്, കരിയിലയുടെ പുറത്ത് ഇടരുത്. കൈ ഇടാതെ, കൈ ഇട്ട് മാന്താതെ. ഓ എൻ്റെ അച്ഛ ഒന്നും മിണ്ടായിരുന്നു, കൈ ഇട്ട് പിടിക്കാതെന്ന്. അപ്പോൾ അച്ഛൻ ഏലത്തിന് മണ്ണ് ഇട്ടുകൊണ്ടിരിക്കുക. കണ്ടോ, ഞാൻ ആ മണ്ണിടുന്നു. മണ്ണ് വേറെ ദൂരെ പോയി വെട്ടിക്കൊണ്ട് കൊണ്ടുവന്ന് ഇടുക. അത് മേമണ്ണ് ഇടും. ഇനി പോവുക. നീ കമ്പോസ്റ്റോ കുറച്ച് വെട്ടച്ചാ. പറഞ്ഞാൽ കേൾക്കത്തില്ലാത്ത അച്ഛനാ. ഇവിടെ നിന്ന് മണ്ണ് വെട്ടുന്നു കേട്ടോ. അവിടെ നിന്ന് മണ്ണ് വെട്ടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിടും. കണ്ടോ, രാവിലത്തെ പണി കണ്ടോ. അവിടുന്ന് മണ്ണും വെട്ടിക്കൊണ്ട് വരുവാ ഇവിടെ കൊണ്ടുവന്നിടാൻ. ഇവിടെ മണ്ണില്ലാത്ത പോലെ. കണ്ടോ, അയ്യോ, ഇതാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. ഭഗീരഥ പ്രയത്നം. കഷ്ടപ്പെട്ട് അവിടുന്ന് മണ്ണ് വെട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിടുക. എന്നാണ് ഞങ്ങളുടെ അച്ഛൻ്റെ പരിപാടി. അരുവ ഇവിടെ ഉണ്ട്. ഇതേണ്ടച്ചാ ഭാഗീരഥി എന്ന് പറഞ്ഞ ഭയങ്കര ഭാഗീരഥി. എന്താ ഭാഗീരഥി? ഭാഗീരഥി ഗംഗയാടി. ഭഗീരഥന്റെ പ്രയത്നം ആ വരച്ച് കാണിച്ചതില്ലേ ഇത് ബംഗാൾ ഉൾക്കടൽ വീണ് ഭഗീരഥി. അറിയാവോ എവിടുന്നാ വരുന്നത്? ശിവന്റെ തലയിൽ നിന്ന്, ജടയിൽ നിന്ന് ഒഴുകി. ശിവന്റെ തല എവിടാ? അതും എനിക്കറിയത്തില്ല. എവറസ്റ്റ് കൊടുമുടി. എവറസ്റ്റ് കൊടുമുടി? അവിടുത്തെ ആ മുടിയാണ് അതിൽ കൂടെ ഒഴിഞ്ഞ് പാദത്തിൽ കൂടെ ഒഴുകി വരച്ച് കാണിച്ചതിലെ ഗംഗ ഒഴുകി. എവറസ്റ്റ് കൊടുമുടിയാണോ അതോ? എവറസ്റ്റ് അവള് എല്ലാ സമയത്ത് റെസ്റ്റാ ആണോ? എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. ഇത് ഒറിജിനൽ ആത്മീയമാണ് എവറസ്റ്റ്. ഇതൊക്കെ പഠിച്ചോണം. നീ നാളെ കുറെ 10-20 മിനിറ്റ് കഴിയുമ്പോ ചെടിയുടെ പറഞ്ഞേ മാറ്റം വരുമെന്ന് നമുക്ക് പരീക്ഷിക്കാം. ശരി. മണ്ണിട്ടു, കരിയില ഇട്ട്, ഇനി വെള്ളം ഒഴിക്കുവാണേ. അപ്പം വെള്ളം ഒഴിച്ചിട്ട് നാളെയൊക്കെ നോക്കാം എന്താ ഇതിൻ്റെ പ്രോഗ്രസ് എന്നല്ലേ അച്ഛാ? അല്ലേ? നാളെ ഇതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് നോക്കാം അല്ലേ? എന്നിട്ട് അതിലും കൂടെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് നോക്കാമായിരുന്നു ആ ചെടിക്ക്. നമുക്ക് വെള്ളമില്ല, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാന ഒരു പ്രശ്നം. വെള്ളം ഉള്ളതും കൂടെ നമുക്ക് ജനങ്ങൾ തരത്തില്ല, അതാ. ഉണ്ടോ, വെള്ളം ചെടിക്കൊഴിക്കാനൊന്നും തരണ്ട, കുടിക്കാനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ പഞ്ചായത്തിലൊരു ഒരുപാട് പദ്ധതികൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിനായിട്ട് വന്നേ. പഞ്ചായത്തും ഗവൺമെൻറ്റും അല്ല ഇതിൻ്റെ കുറ്റക്കാർ.
ഇവിടുത്തെ ആളുകളാണ്. അതുകൊണ്ട് ഇവിടെ വെള്ളമില്ലാത്തത് കൊണ്ട് ഒരുപാട് വീട്ടുകാർ ഇവിടുന്ന് ഇറങ്ങി താഴേക്ക് പോയി റോഡ് സൈഡിലോട്ടൊക്കെ പോയി അവിടെ വീടൊക്കെ വെച്ച് താമസിക്കുവാണ്. അപ്പോൾ ഒത്തിരി വീടുകൾ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അവരൊക്കെ കൃഷി ചെയ്യാൻ മാത്രമാണ് ഇവിടേക്ക് വരുന്നത്. വീടുകളെല്ലാം ഇട്ടിട്ട് ആളുകളെല്ലാം താഴെ റോഡ് സൈഡിലും വെള്ളം കിട്ടുന്നിടവും ഒക്കെ അന്വേഷിച്ച് പോയി. പിന്നെ ഞങ്ങൾ ഇവിടേക്ക് പിന്നെയും വന്നത് ഞങ്ങൾക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. 4 മാസത്തെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. പിന്നെ വെള്ളം നമുക്ക് കിട്ടത്തുള്ളൂ. മഴയായിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടേ. അവർ നമുക്ക് വെള്ളം ഇല്ല. ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്നൊക്കെ വീഴുന്ന മഴവെള്ളമൊക്കെ പിടിച്ച് വെച്ചിരിക്കുന്നതാണിത്. കണ്ടോ? ചിലപ്പം വെള്ളം എടുത്തുകൊണ്ട് പോയി പിന്നെ ഒഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ വെള്ളം ഇല്ലായ്ക ഒന്ന് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. വെള്ളം പരിഹരിക്കാനായിട്ട് ഗവൺമെൻറ്റൊക്കെ നല്ല പദ്ധതിയൊക്കെ, പിന്നെ പുതിയതായിട്ടിപ്പോൾ ഒരു പദ്ധതിയും കൂടെ വന്നിട്ടുണ്ട്. അതും ഇവിടെയുള്ള ആളുകൾ ഞങ്ങളിവിടെ താമസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇങ്ങോട്ടുള്ളത് തടഞ്ഞു വച്ചിരിക്കുക. അപ്പോൾ ചേമ്പ് പൂത്ത് നിൽക്കുന്നുണ്ടോ? ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ ഈ ഇത്ര ചേമ്പ് പൂത്ത് നിൽക്കുന്നുണ്ടോ? ഈ ചേമ്പ് കണ്ടോ? ഇതൊക്കെ നമ്മുടെ കറിച്ചേമ്പാണേ. അതുകൊണ്ട് കറിച്ചേമ്പ് പൂത്ത് നിൽക്കുന്നുണ്ടോ? വേണ്ടേ ഒഴിച്ചോ. ആ റോസ ചവിട്ടല്ലേ. അപ്പോൾ ആ ചെടിക്കും വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക. ഒഴിക്കച്ചാ. ഇത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നട്ട് വെച്ച ചെടി. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ആ പൂ കാണുന്നു. അപ്പോൾ അതിനായിട്ട് വെള്ളം ഒഴിക്കുക. ഒറ്റ ദിവസം കൊണ്ട് മാറ്റം വന്നാണ് പൂവും. വെള്ളമില്ലാഞ്ഞോണ്ട്, അല്ലെങ്കിൽ ആ പൂവുണ്ടല്ലോ കുറേ ദിവസം നിൽക്കുന്നതാണേ. ഉണ്ടോ? നല്ല രസമുണ്ട്. ഇതിൻ്റെ അത്രയും 20 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഒന്ന് എടുക്കണം. 3-4 പേരെ നിർത്തി ഒരു ദിവസം പണിയിപ്പിക്കണം. ഇവിടുത്തെ ചെടിയൊക്കെ നന്നായി വരുന്നുണ്ട്. ഇത് ഇവിടുന്ന് മണ്ണെടുക്കാൻ കുഴിച്ച് അടുത്തടുത്ത് സഡൻ ആക്ടിവിറ്റി വല്ലതും ഉണ്ടോ? പ്രകൃതി അനുഗ്രഹിക്കുമെന്നറിയാനാ. കണ്ടോ ഉണ്ടോ? രാവിലെ ഇന്നലത്തെ അവസ്ഥ എന്തോ, ഇന്നലെ നീ എടുത്തില്ലല്ലോ. ഇന്നത്തെ അവസ്ഥ എന്താ, രാവിലത്തെ അവസ്ഥ എന്താ? ഈ ഒരു വശത്ത് നമ്മളെന്നും വെള്ളം ഒഴിച്ചോണ്ടേ ആ ഭാഗത്ത് കണ്ടോ നല്ല കായുണ്ടേ. ഞാനും കൊണ്ടുവന്ന് ഒഴിക്കുമായിരുന്നു, അച്ഛനും കൊണ്ടുവന്ന് ഒഴിച്ചില്ലേ. അപ്പം വെള്ളം ഇല്ലാഞ്ഞുകൊണ്ടേ, കാശും ഇല്ലാഞ്ഞുകൊണ്ടേ. കാശുണ്ടേ മുടക്കുന്നത് എനിക്ക് അല്ലെങ്കിൽ നമുക്കൊരു 10-20 ചെടി യൂണാകുമ്പോൾ ഇച്ചിരി പൈസ കിട്ടണം വളം വാങ്ങിക്കാൻ. ഇത് കണ്ടോ മാറ്റം? വല്ല ചെടി മാറ്റമുണ്ട്, ചെടിക്ക് നിന്റെ മാറ്റം പെട്ടെന്ന് മാറിയില്ലേ? 20 മിനിറ്റ് കഴിയുമ്പോൾ നീ ഒന്ന് എടുത്ത് നോക്കണം. ഇതിന് ഒരു 4 ദിവസം കഴിയുമ്പോൾ ഒന്ന് തളിച്ചാൽ മതി. കായുണ്ടല്ലേ? കായ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു ശരം തുഞ്ചിപ്പോന്നു. പറിച്ചു കളഞ്ഞു വെച്ചതാ. ശരം തുഞ്ചിപ്പോയല്ലോ. ശരം തുഞ്ചിപ്പോന്നു. ഇനി വരുന്നോ ശരമെങ്കിലും തുഞ്ചിപ്പോകാതെ. അതിന് മരുന്നേ നീ 30 നല്ല മൂടലാണേ. വടക്കോട്ടൊക്കെ മഴ പെയ്തെന്നാ പറഞ്ഞത്. ഇവിടെയും മഴ പെയ്യാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. നോക്ക് കണ്ടോ, ആകാശമൊക്കെ നല്ല മേഘാവൃതമായിട്ടിരിക്കുക. കണ്ടോ, നല്ല മഴ പെയ്യുമെന്നുള്ളൊരു തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും ഓലിക്കൽ പട്ടി അവിടെ കിടക്കുന്നു. അവിടെ കിടന്നോട്ടെ. അതിനകത്ത് സ്കൂബി അവിടെ കിടപ്പുണ്ട്. നമുക്ക് തണുപ്പിന് വേണ്ടി അവൾ അവിടെ കയറി കിടക്കുക. പെരക്കകത്താ കിടക്കുന്നത്. ഇല്ല ഇല്ല കയറത്തില്ല. അവളെ ഇറക്കണോ? ഇറക്കി വിട്ടിട്ട് കഥ അടച്ചേക്കാം. ശരി ഉണ്ടേ. പാവമുണ്ട്. ഇറക്കണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ഇറങ്ങിപ്പോയിരുന്നു. ഇവിടെ നിൽക്കേ പോകണ്ട. ഇവിടെ നിൽക്കുക, കഥ അടയ്ക്കട്ടെ. അകത്ത് കയറി എന്തെങ്കിലുമേ അവിടെ തുറന്നോ? അപ്പം ഇതാണ് ഞങ്ങളുടെ ഓലിക്കിലേക്ക് പോകുന്ന വഴി. ഞങ്ങൾ ഓലി എന്ന് പറഞ്ഞാൽ എന്നാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഓലി എന്ന് പറഞ്ഞാൽ വെള്ളം കിണറൊക്കെ പോലെ കുളമൊക്കെ പോലെ ചെറിയൊരു കുളമാണ്. അതിനെ ഓലി എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ ഓലിക്കലേക്ക് പോകുന്ന വഴിയാണിത്.
അപ്പോൾ ഓലിക്കേന്ന് ഞങ്ങൾ വെള്ളം അടിച്ചെടുക്കുന്നു. വെള്ളം കോരി 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 മടുത്തു. പിന്നെ ഞങ്ങളൊരു മോട്ടറങ്ങ് വാങ്ങിച്ചു. അപ്പോൾ ആ മോട്ടർ വെച്ചൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വെള്ളമില്ല. കഴിഞ്ഞ മഴയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കിട്ടി. അത് ഞങ്ങളൊരു ഡ്രമ്മിനകത്ത് പിടിച്ച് കോരി വെച്ചിരിക്കുവാണേ. എന്നുണ്ടോ. അപ്പോൾ വേനലായതുകൊണ്ട് ഇലയൊക്കെ ഇങ്ങനെ മൊത്തം ഇതായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ആ ഓലിക്ക് ഇതുണ്ടോ താഴോട്ടിറങ്ങണം ഇനി. ഉണ്ട് നമ്മളിങ്ങനെ രണ്ട് മല കൂടുന്ന ഒരു ഇടുക്കിനകത്താണ് ഇങ്ങനെ ചെറിയ പൊയ്ക പോലെ ഒഴുകുന്ന അവിടെ കുഴിച്ച് അവിടെയാണ് ഓലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓലി എന്നാണ് നമ്മൾ കുടിക്കാനൊക്കെ വെള്ളം എടുക്കുന്നത്. പണ്ട് തൊട്ട് ഞങ്ങൾക്കുള്ള ഓലിയാണിത്. ഉണ്ടോ. ഇവിടെ അച്ഛനൊക്കെ ഹൈ റേഞ്ചിൽ വന്ന് ഈ സ്ഥലമൊക്കെ വാങ്ങിച്ച് ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട്. അന്നൊക്കെ ഇവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ആനയൊക്കെ ഓടിച്ചിട്ടാണ് ആളുകൾ ഇവിടെ താമസിച്ചത്. കണ്ടോ അച്ഛനെ കോരി എടുക്കുന്നുണ്ട്. അതാണ് വെള്ളം. അപ്പോൾ ഓലി ഞങ്ങൾ മൂടിയൊക്കെ ഇട്ടിരിക്കുക. പക്ഷേ ഓലിക്കകത്ത് വെള്ളമൊന്നുമില്ല. സ്കൂബി ഞങ്ങളുടെ കൂടെ വന്നിരിക്കുക. ഞങ്ങളെവിടെയാണ് പോകുന്നതെന്ന് അറിയാനായിട്ട്. നോക്കട്ടെ. ഓലിക്കകത്ത് വെള്ളത്തിൻ്റെ ഒന്നും കാണത്തില്ല. കാരണം മഴ പെയ്തില്ലല്ലോ ഇടയ്ക്ക്. ആദ്യമൊന്ന് മഴ പെയ്തപ്പോൾ കുറച്ച് വെള്ളം കണ്ടോ. ഓലി ഇതുകൊണ്ടോ ഉണങ്ങി കിടക്കുവാണേ. അപ്പോൾ അതിൻ്റെ കരികിലൊന്നും വീഴത്തില്ല ഇത് ഇടുമ്പത്തേനും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓലി. രണ്ട് പാറയുടെ ഒരു ഇടുക്കാണ് കേട്ടോ. ആ ഇടുക്കിലേക്ക് നല്ല ഉറവ് വരും മഴയായി കഴിഞ്ഞാൽ. മുകളിൽ നിന്നുള്ള ഉറവ അതിൻ്റെ അടിയിൽ കൂടെ അതുണ്ട്. വലിയ പാറയാണ്. ആ പാറയുടെ ഒരു ഇടുക്കാണ്. രണ്ട് പാറ കണ്ടോ. പുറത്തും ഒരു പാറയുണ്ട്. ആ പാറയുടെ ഇടുക്കിലാണ് ഈ ഓലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓലിക്കകത്ത് മുകളിൽ നിന്ന് ഇങ്ങനെ ഉറവ് വരും. ആ ഉറവ് വന്ന് ഇത് നിറയുമ്പോഴാണ് നമ്മൾ വെള്ളം കോരിയെടുക്കുന്നത്. അപ്പോൾ ഇപ്പം മഴ പെയ്യാമെങ്കിൽ നല്ലൊരു മഴ പെയ്യാമെങ്കിൽ നമുക്ക് ഉറവ് കിട്ടും കേട്ടോ. ഇവിടെ കുറേ ഏലത്തൈയൊക്കെ കിളുത്തിട്ടുണ്ട് കേട്ടോ അച്ഛാ. സ്കൂബി മാറിക്കേ സ്കൂബി മാറി സ്കൂബി. ഞാൻ ഓലി ഒന്ന് അടയ്ക്കട്ടെ. സ്കൂബി എന്തിനാ ഓടി വന്ന് നിൽക്കുന്നത്? അവളാ ഓടി വന്ന് നിൽക്കുക. എന്തിനാണെന്നറിയത്തില്ല. അപ്പോൾ ഇത് കണ്ടോ മൂടിയിട്ടിരിക്കുവാണേ. ഇതാണ് നമ്മുടെ ഓലി വിശേഷം. ഇത് കണ്ടോ ഈ ചെടി കണ്ടോ. ഈ ചെടി ഇവിടെയൊക്കെ കാടാണ് കേട്ടോ. ഈ ചെടിയാണ് നമ്മൾ ചെടിച്ചട്ടിക്കകത്തൊക്കെ വളർത്താനായിട്ട് കണ്ടോ വില കൊടുത്ത് മേടിക്കുന്ന സാധനം. ഇവിടെ കണ്ടോ. ഇവിടെ തന്നെ വെയിലടിക്കാത്തത് കൊണ്ട് ഇതിന് പച്ച കളറാണ്. വെയിൽ അടിക്കുമ്പോഴാണ് ഇതിനൊരു പിങ്ക് കളർ വരുന്നത് കണ്ടോ. വെയിലടിക്കാത്തതുകൊണ്ട് നല്ല പച്ച കളറിലാണ് നിൽക്കുന്നത്. ഈ ചെടിയുടെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ ചെടിയുടെ പേരറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ. ഇതിനകത്ത് ഞങ്ങൾ കോരി വെച്ചിരിക്കുമായിരുന്നു വെള്ളം. ആ വെള്ളമാണ് അച്ഛൻ എടുത്തുകൊണ്ട് മുകളിലോട്ട് കൊണ്ടുപോവുക. കണ്ടോ മുകളിലോട്ട് കയറിപ്പോണം കണ്ടോ. അപ്പോൾ അത് കൊണ്ടുപോയി ഏലത്തിനൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഡ്രം എടുത്തുകൊണ്ട് വെക്കാമെങ്കിൽ ഇന്ന് മഴ പെയ്യുവാണെങ്കിലേ വീടിൻ്റെ പുറത്ത് വീഴുന്ന വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് വെക്കാമല്ലോ. അതിന് വേണ്ടിയാണ്. കണ്ടോ മുകളിലൊക്കെ ടാങ്ക് വെച്ചിരിക്കുന്നുണ്ട്. അതിലൊക്കെ ഞങ്ങൾ വെള്ളം പിടിച്ചിടുന്നതാണ്. സ്കൂബി അങ്ങോട്ട് എന്തിനോ പോകുക. എന്തിനാണെന്നറിയത്തില്ല. അവളോടൊക്കെ പോയി മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ഹൈ റേഞ്ചിലെ ജീവിതത്തിൻ്റെ ഓരോ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇതൊക്കെ ഇനി ഇതിലേക്കൂടി ഇങ്ങനെ ഒഴുകും കേട്ടോ. ഈ ഇതിലെ ഇങ്ങനെ താഴോട്ട് തോട് പോലെ നിറഞ്ഞിട്ട് ഒഴുകും മഴയായി കഴിയുമ്പോൾ. അപ്പോൾ ഈ മുകളിലൊക്കെ കണ്ടോ വീടുകൾ കാണത്തില്ല. ഇപ്പോൾ ഏലം നിൽക്കുന്നതുകൊണ്ട് കാണത്തില്ല. ഇങ്ങോട്ടൊക്കെ ഇതേണ്ടി പോകുന്ന വഴിക്കൊക്കെ മുകളിലൊക്കെ വീടുകളുണ്ട്. ഒരു 4-5 വീട് ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ആ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി ഈ വെള്ളത്തിൻ്റെ കുറവ് കാരണം വെള്ളം കിട്ടാത്തത് കൊണ്ടേ വെള്ളം കിട്ടാതെ എങ്ങനെ ഇത്രയും കാലം ഞങ്ങളിവിടെ കോരി കയറ്റിക്കൊണ്ട് വരും. 2 മാസം ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടതയായിരുന്നേ. ഇപ്പോൾ ആൾക്കാരൊക്കെ ഒരുമാതിരി ഇതൊക്കെ ആയപ്പോൾ തന്നെ അവരൊക്കെ താഴോട്ടൊക്കെ വീടൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് മാറി താമസിക്കും. ഇതൊക്കെ വേറെ ആൾക്കാരുടെ കൃഷിയാണ്. അപ്പോൾ അവരൊക്കെ കൃഷി ചെയ്യാനായിട്ട് ഇവിടെ കയറി വരും. പിന്നെ അല്ല താമസിക്കുന്നതൊക്കെ അങ്ങ് താഴെ ആണ്, റോഡ് സൈഡിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മലയുടെ മണ്ടയ്ക്ക്. ഞാനും അച്ഛനും ചേട്ടനും മാത്രമേ ഞങ്ങളിവിടെ താമസിക്കുന്നത്. പിന്നെ പിള്ളേരൊക്കെ നാട്ടിലൊക്കെയാണ്. അച്ഛനത് കോരിക്കൊണ്ട് പോവുകയാണ്. ഞാനും കൂടെ കോരട്ടെ. അപ്പോൾ ശരി, ഓക്കേ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വാഴക്കൊലയൊക്കെ നിൽക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കതൊരു സഹായമാകും. ഇവിടെ നമുക്ക് കുഴൽക്കിണറൊന്നും അടിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല. ഇതാണ് ഓലിയുടെ വ്യൂ, കണ്ടോ? ഓലി, ഇതാണ് ഓലി കേട്ടോ. ഓലി കരിയില മൂടിക്കിടക്കുക. ഇനിയും നമുക്ക് തൂത്തൊക്കെ വാരണം. ഒരു മഴയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കരിയിലെല്ലാം തൂത്ത് വാരി ഇവിടെ എല്ലാം വൃത്തിയാക്കി, പിന്നെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് ഓലി തേകും. ഓലി തേകി നല്ല വൃത്തിയാക്കിയിട്ടാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഇവിടെ ഈ കല്ലിൻ്റെ പുറത്തൊക്കെ മോട്ടർ വെക്കും. മോട്ടറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീട്ടിലോട്ട്, മോട്ടറിൻ്റെ ദാണ്ട ഹോസാണ് കിടക്കുന്നത്. മോട്ടർ ഊരിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ച് വേനലായപ്പോഴത്തേനും ഇവിടെ ഇരുന്ന് ആരെങ്കിലും എടുത്തുകൊണ്ടൊക്കെ പോയെങ്കിലേ നമ്മളറിയത്തില്ലല്ലോ. ഉണ്ടോ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ മലമുകളിലെ ജീവിതം എന്ന് പറയുന്നത്. ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഇതുണ്ടോ ഈ ചെടിയാണേ, ഇത് കണ്ടോ? കണ്ടോ ചെടി ഇങ്ങനെ കണ്ടോ, കാട് പോലെ നിൽക്കുവാണേ. ഇത് ഇവിടുത്തെയൊക്കെ ഒരു കാടാണ് ഇത്. അതുണ്ടോ ചെടി? ഇവിടെ ചെടിയായിട്ടൊന്നും അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. നാട്ടിലൊക്കെ ചെന്നപ്പോഴാണ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെയാണ് നമ്മളിത് ചെടിയായിട്ട് കണ്ടത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു കളയാണ്. ഈ കളയാണ് നമ്മൾ കാശ് കൊടുത്ത് ചെടിയായിട്ട് വാങ്ങിച്ച് ചെടിച്ചട്ടിയിലൊക്കെ വെക്കുന്നത്. പക്ഷേ പണ്ടൊക്കെ ഇത് കണ്ടപ്പോൾ ഒന്നും ഇതിന് ഇത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കുന്ന കണ്ടപ്പോഴാണ് ഇത് നല്ല ഭംഗിയായിട്ട് തോന്നിയത്. ഓക്കെ, ഇത് എനിക്ക് പറിച്ചുകൊണ്ട് പോയി ചെടിച്ചട്ടി വെച്ച് വളർത്തണമെന്ന് ആഗ്രഹമുണ്ടൊന്ന് ചെയ്ത് നോക്കണം.